കരിങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പൽ ആക്രമണത്തിന് ഇരയായി വീണ്ടും ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടമായി. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജൂലൈ 18-ന് കരിങ്കടലിലൂടെ പോവുകയായിരുന്ന MV ഒമറോഫി എന്ന ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണം നടക്കുമ്പോൾ കപ്പൽ റഷ്യൻ സമുദ്രത്തിനുള്ളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. കപ്പലിൽ 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാർ ഉണ്ടായിരുന്നു. മറ്റ് 2 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ചരക്കു കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. വാണിജ്യ കപ്പലിലെ നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അസക്തമായി തന്നെ അപലപിക്കുകയെന്നതായും വർദ്ധിച്ചുവരുന്ന ഇത്തരം ഭീഷണികൾ ആശങ്ക ഉയർത്തുന്നതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ജൂലൈ 19-നും യുക്രൈൻ തുറമുഖത്തിനടുത്ത MV ഗോൾഡൻ ലിയോ എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായി. ഒരാൾക്ക് ഗുരുതര പരിക്കും ഏറ്റിട്ടുണ്ട്. റഷ്യ-യുക്രൈൻ സംഘർഷം ശക്തമായതോടുകൂടിയാണ് കപ്പലുകൾക്ക് നേരെ ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമണം കടുപ്പിച്ചത്. ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹൂതി വിമതർക്ക് നേരെ സൗദി സഖ്യസേന നേരിട്ട് ആക്രമണം നടത്തി. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹൊദൈദ ഗവർണറേറ്റിലേക്കാണ് ആക്രമണം നടന്നത്. ഇതിന് തിരിച്ചടിയായി സൗദിയിലെ ജിസാൻ, യാൻബു തുറമുഖങ്ങളിൽ തരാംകോയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഹൂതികൾ അവകാശപ്പെട്ടു. എന്നാൽ സൗദിയുടെയോ അരാംകോയുടെയോ സ്ഥിരീകരണം വന്നിട്ടില്ല. സൗദി സഖ്യസേനയുടെ ആക്രമണത്തിൽ യമന്റെ ദേശീയ ടെലികമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നു. ചെങ്കടലിൽ യാത്ര ചെയ്യുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു എന്ന് യമനിലെ സൗദി സഖ്യസേന അറിയിച്ചു. യമന്റെ പടിഞ്ഞാറൻ തീരത്തെ കമറൻ ദ്വീപിലും ആക്രമണം നടന്നു. അതേസമയം യമന്റെ ഒരു തുറമുഖത്തും ആക്രമണം നടത്തിയിട്ടില്ലെന്നും സഖ്യസേനാ വക്താവ് അറിയിച്ചു. ഹൊദൈദ തുറമുഖം, റാസ് ഇസ തുറമുഖം, സാലിഫ് തുറമുഖം എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. തുറമുഖങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ നടക്കുന്നതായും വക്താവ് അറിയിച്ചു. സൗദിയുടെ ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സഖ്യസേന അറിയിച്ചു. ആക്രമണം തുടർന്നാൽ ഹൂതികൾക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൗദി മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഹോർമുസിൽ അമേരിക്കൻ സേനയുടെ ആക്രമണത്തിൽ വാതക ടാങ്കർ കത്തി 2 നാവികരാണ് മരിച്ചത്. ഒമാൻ സമുദ്ര അതിർത്തിയിലാണ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതെന്നും UK മാരിടൈം ട്രേസ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. എന്നാൽ കപ്പലിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്നും വ്യക്തമല്ല. ഇറാന് സമീപം മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കറിന് നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായി. കപ്പലിലെ 28 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെയുള്ളവരെ ഇറാൻ സേന രക്ഷിച്ചതായി ഇന്ത്യയിലെ ഇറാൻ സ്ഥാനാധിപതി മുഹമ്മദ് ഫത്താലി പറഞ്ഞു. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച 4 കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതായും ഇറാൻ അറിയിച്ചു. കപ്പലുകൾ തടഞ്ഞതായും മടക്കി അയച്ചതായും സേനാവൃത്തങ്ങൾ അറിയിച്ചു. അതിനിടെ ശനിയാഴ്ച US ആക്രമണം ഒന്നും ഉണ്ടായില്ലെന്നും ശാന്തമായ രാത്രിയാണ് കടന്നുപോയതെന്നും ഇറാൻ അറിയിച്ചു. 2 ആഴ്ചക്കിടെ ആദ്യമായാണ് US ആക്രമണമില്ലാത്ത ദിവസം ഉണ്ടായത്. എന്തായാലും നിലവിലെ ഈ ഒരു സമാധാനം വരാൻ പോകുന്ന വമ്പൻ പൊട്ടിത്തെറികളുടെ മുന്നിലുള്ള ഒരു സമാധാനമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഹമാസ് പോലീസ് ഉന്നതൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസിന്റെ പോലീസ് വിഭാഗം മേധാവിയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചത്. ബ്രിഗേഡിയർ ജനറൽ അബ്ദുൽ നാസർ മഗ്ദബയാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസ മുനമ്പിലെ ഗവർണർ കൂടിയായിരുന്നു ഈ മഗ്ദബ. ഇസ്രായേൽ സൈന്യം ഇതേപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. മധ്യ ഗാസ മുനമ്പിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടു. നേരത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു പോലീസുകാരനും മരിച്ചു. 2 ആഴ്ചക്കിടെ ആദ്യമായി ഇറാനും US പരസ്പരമുള്ള ആക്രമണത്തിന് താൽക്കാലിക ഇടവേള നൽകി. എങ്കിലും രാജ്യാന്തര വിപണികൾക്ക് ആശ്വസിക്കാൻ വകയില്ല. ഹോർമൂസിന് പുറമെ ചെങ്കടലിന് സംഘർഷം നീണ്ടതായി വിപണിയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദി സേനയുമായി ഏറ്റുമുട്ടിയെന്ന വാർത്ത പുറത്തുവന്നത് അടുത്ത ദിവസങ്ങളിലെ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 മുകളിൽ എത്തിക്കും. ചെങ്കടൽ വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുന്ന ആശങ്കയാണ് തിരിച്ചടിയാകുന്നത്. ഇതിനിടെ ഇറാനെതിരെ വലിയ ആക്രമണം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ച ശേഷം ട്രംപ് അതിൽ നിന്ന് പിന്മാറിയത് കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US കൂടുതൽ ശക്തമായ യുദ്ധത്തിലേക്ക് തിരിച്ചുവരുമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. US-ഉമായി ചേർന്ന് ഇസ്രായേൽ വലിയ സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണെന്നും സമവായത്തിന് കൂടുതൽ സമയം നൽകാനാണ് വെള്ളി, ശനി ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ അവധി കൊടുത്തതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.
അതേസമയം ദിവസങ്ങളോളം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം US പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തും. കഴിഞ്ഞ ആഴ്ചകൾ ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. എന്നാൽ അന്തരിച്ച US സെൻട്രൽ ലിൻഡൻസ ഗ്രാമിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്ന നെതന്യാഹു ട്രംപുമായി നിർണായക കൂടിക്കാഴ്ച നടത്തും. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഇരു നേതാക്കൾ നടത്തുന്ന 7ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഇതിനു മുൻപ് ഇരുവരും കണ്ടപ്പോഴാണ് ഇറാനെ ആക്രമിക്കാനുള്ള സംയുക്ത പദ്ധതി നെതന്യാഹു അവതരിപ്പിച്ചത്. സമാന പദ്ധതിയുമായാണോ നെതന്യാഹു എത്തുന്നത് എന്ന് നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ്.